ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णाद् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेव अवशिष्यते। ओम शांति शांति शांति। हरि ओम श्री गुरुभ्यो नमः। हरि ओम। എല്ലാവർക്കും ഹരി ഓം നമോ നാരായണ. अथ शुक्लयजुर्वेदीय काण्वशाः बृहदारण्यक उपनिषत् द्वितीयकाण्डं मुनिकाण्डम् अथवा याज्ञवल्क्यकाण्डं तृतीयाध्यायं जल्परूप उपपत्तिप्रकरणम् अष्टमब्राह्मणम् अक्षरब्राह्मणम् अष्टममन्त्रम्। सहोवाच एतद्वै तदक्षरं गार्गी ब्राह्मणाः अभिवदन्ति अस्थूलम् अणनु अह्रस्वम् अदीर्घम् अलोहितम् अस्नेहम् अच्छायम् अतमः अवायु अनाकाशम् असङ्गम् अरसम् अगन्धम् अचक्षुकम् अश्रोत्रम् अवाक् अमनः अतेजस्कम् अप्राणम् अमुखम् अमात्रम् अनन्तरम् अबाह्यं न तत् अश्नादि किञ्चन न तत् अश्नादि कश्चन। ओम नमः परमर्षिभ्यो नमः परमर्षिभ्यो नमः परमर्षिभ्यः. യജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് ആരംഭിക്കാം. അക്ഷരബ്രാഹ്മണത്തിൽ അക്ഷര ലക്ഷണ വർണ്ണന മന്ത്രം നമ്മൾ സാമാന്യമായി കണ്ടു. അതിന് മറ്റ് രണ്ട് പേരുകൾ കൂടെ ഉണ്ട് ഈ മന്ത്രത്തിന്. നിഷേധമുഖ ഉപദേശ മന്ത്രം, അതായത് നിഷേധം എന്ന് വെച്ചാൽ നശാശ്വതം എന്ന നേതി നേതി എന്ന അർത്ഥമാണ് ഇവിടെ നിഷേധമുഖം എന്ന വാക്കിന്. അത് ഉപദേശമന്ത്രം ഗാർഗിക്കായിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ഉപദേശിക്കുന്നത് കൊണ്ട് ഈ മന്ത്രത്തിന് അങ്ങനെ ഒരു പേരും. പിന്നെ അപവാദ മന്ത്രം അല്ലെ അപവാദ പ്രകരണം എന്നും പറയും. ആ അപവദിക്കുകയാണ്. നിഷേധമുഖം എന്ന വാക്കിന്റെ പര്യായം തന്നെയാണ് അപവാദം എന്നത്. അതുകൊണ്ട് ആ പേരും കൂടെ ഈ മന്ത്രത്തിന്. യാജ്ഞവൽക്യ മഹർഷി ആകാശം എന്ന സർവവ്യാപിത്വ ലക്ഷണം ഓതപ്രോതം എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് സാമാന്യമായി പറഞ്ഞു. അതിന് ഗാർഗി പറഞ്ഞു എനിക്ക് വിസ്താരം വേണമെന്ന്. അതുകൊണ്ട് എട്ടാമത്തെ മന്ത്രത്തിൽ ആകാശമെന്ന ലക്ഷണത്തെ അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ സർവവ്യാപിത്വ ലക്ഷണത്തെ വിസ്തരിച്ചു പറഞ്ഞു കൊടുത്തു. നമ്മളത് അതിൻ്റെ റെഫറൻസ് ഒക്കെ കണ്ടിരുന്നു. പ്രകരണ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട് ഇത്. നമ്മൾ മുണ്ടകം കണ്ടു, ഈശാവാസ്യം, കൈവല്യം, തൈത്തരീയം, ചാന്തോക്യം, പ്രശ്നം, കഠം. മുക്തികോപനിഷത്തും ഉണ്ട്. മുക്തികോപനിഷത്ത് 2.72 മുതൽ 75 വരെ 2.72 2.75 മുക്തികോപനിഷത്തും അഥർവണ വേദമാണ്. പിന്നെ മറ്റു പ്രകരണ ഗ്രന്ഥങ്ങൾ ഭഗവത്ഗീത ഇത്യാദി ഗ്രന്ഥങ്ങളിൽ നമുക്കിത് കാണാവുന്നതാണ്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ മനനം ചെയ്യുന്ന അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നതൊക്കെ സന്ദർഭങ്ങൾ കാണുവാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത മന്ത്രത്തിലേക്ക് പോകാം. നവമ മന്ത്രം. നവമ മന്ത്രം നവമ മന്ത്രത്തിൻ്റെ പേര് ഈശ്വര സ്വരൂപ വർണ്ണനാ മന്ത്രം. ഈശ്വര സ്വരൂപ വർണ്ണനാ മന്ത്രം. മുക്തികോപനിഷത്തിൽ ഏതാണെന്ന് പറയുമോ? 2.72 രണ്ടാം അധ്യായം 72-ാം മന്ത്രം മുതൽ
2-ാം അധ്യായം 75-ാം മന്ത്രം വരെ. നവമ മന്ത്രം ഈശ്വര സ്വരൂപ വർണ്ണനാ മന്ത്രം. വർണ്ണനാ ദീർഘമുണ്ട്, ഒരു ബഹുവചനാണ്, അതുകൊണ്ട് ഈശ്വര സ്വരൂപ വർണ്ണനാ മന്ത്രം. മറ്റൊരു പേര് അധ്യാരോപ മന്ത്രം അല്ലെ അധ്യാരോപ പ്രകരണം. എങ്ങനെ വേണേലും എഴുതാം. അധ്യാരോപ മന്ത്രം എന്ന് എഴുതാം, അല്ലെ അധ്യാരോപ പ്രകരണം എന്നും എഴുതാം. ഈ മന്ത്രത്തിന്റെ പ്രകരണം, വിഷയം അധ്യാരോപമാണ്. അതാണ് ആ വാക്കിന്റെ അർത്ഥം. പിന്നെ എന്താണ് ഈശ്വര സ്വരൂപ വർണ്ണന? ഈശ്വരൻ എന്ന് വെച്ചാൽ ആരാണ്? സൃഷ്ടികർത്ത അല്ലെ. ഈശ്വരൻ എന്ന വാക്കിന് വേദാന്ത പരിഭാഷയിൽ സൃഷ്ടികർത്ത എന്നാണ് അർത്ഥമേ. ഈശ്വര സ്വരൂപം, സൃഷ്ടികർത്താവായ പരമാത്മാവിന്റെ സ്വരൂപത്തെ വർണ്ണന, വിശദീകരിക്കുക. അതാണ് ഈ മന്ത്രത്തിലൂടെ യാജ്ഞവൽക്യ മഹർഷി ഗാർഗിക്ക് ഉപദേശിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ആ സഭാമണ്ഡപം, ആ ആഖ്യായിക നമുക്ക് വിദ്വത്സഭയിൽ ഗാർഗിയോടായിക്കൊണ്ട് എന്താണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നതെന്ന് നോക്കാം. നവമ മന്ത്രം ഒരുമിച്ച് പാരായണം ചെയ്യാം. ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാർഗി സൂര്യ ചന്ദ്രമസൗ വിധൃതൗ തിഷ്ഠതഃ. ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാർഗി ധ്യാവാ പൃഥിവ്യോ വിധൃതൗ തിഷ്ഠതഃ. ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാർഗി നിമേഷ മുഹൂർത്ത അഹോരാത്രാണി അർദ്ധമാസാഃ മാസാഃ ഋതവഃ സംവത്സരാ ഇതി വിധൃതാസ്തിഷ്ഠന്തി. ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാർഗി പ്രാച്യഃ അന്യാ നദ്യഃ സ്യന്ദന്തെ ശ്വേതേഭ്യഃ പർവതേഭ്യഃ പ്രതീച്യഃ അന്യാഃ യാം യാം ച ദിശം അനു. ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാർഗി ദദതോ മനുഷ്യാഃ പ്രശംസന്തി യജമാനം ദിവാഃ ധർവീം പിതരഃ അന്വായത്താഃ. ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാർഗി സൂര്യാ ചന്ദ്രമസോ വിധൃതൗ തിഷ്ഠതഃ. ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാർഗി ധ്യാവാ പൃഥിവ്യോ വിധൃതേ തിഷ്ഠതഃ. ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാർഗി നിമേഷ മുഹൂർത്ത അഹോരാത്രാണി അർദ്ധമാസാഃ മാസാഃ ഋതവഃ സംവത്സരാ ഇതി വിധൃതാസ്തിഷ്ഠന്തി. ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാർഗി പ്രാച്യഃ അന്യാ നദ്യഃ സ്യന്ദന്തെ ശ്വേതേഭ്യഃ പർവതേഭ്യഃ പ്രതീച്യഃ അന്യാഃ യാം യാം ച ദിശം അനു. ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാർഗി ദദതോ മനുഷ്യാഃ പ്രശംസന്തി യജമാനം ദിവാഃ ധർവീം പിതരഃ അന്വായത്താഃ. യാജ്ഞവൽക്യ മഹർഷി ഗാർഗിയോട് അപവാദ ദേവാഹ ദേവാഹ ദേവന്മാർ ദേവാഹ ദദതോ മനുഷ്യാഃ പ്രശംസന്തി യജമാനം ദേവാഃ ധർവീം പിതരോ അന്വായത്താഃ. അഷ്ടമ മന്ത്രത്തില് 8ാമത്തെ മന്ത്രത്തില് അപവാദം അല്ലെങ്കിൽ സർവവ്യാപിത്വ ലക്ഷണം പറഞ്ഞതിന് ശേഷം
അപവാദം എന്ന പ്രകരണത്തെ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത നമ്മളെപ്പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ യാജ്ഞവൽക്യ മഹർഷി ആ സഭയിലിരിക്കുന്ന ഗാർഗിയോടും മറ്റ് ബ്രാഹ്മണന്മാരോടുമായിക്കൊണ്ട് പറയുകയാണ്. കാരണം എല്ലാത്തിനെയും നിഷേധിക്കുവാൻ ഉത്തമോത്തമാധികാരിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ അല്ലാത്തവരും ശാസ്ത്രം പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മോക്ഷത്തിനായി പ്രയത്നിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ആ ദീർഘവീക്ഷണമാണ് യാജ്ഞവൽക്യ മഹർഷിയുടെ, അല്ലേ? ഇപ്പോൾ ഇത് നമ്മളെപ്പോഴും പറയാറുണ്ട് ത്രേതായുഗത്തിലെയാണ്. അത് കഴിഞ്ഞ് ഇനി എത്ര ത്രേതായുഗങ്ങൾ വന്നാലും ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവരെ കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് യാജ്ഞവൽക്യ മഹർഷി ഈ നവമ മന്ത്രം ഉപദേശിക്കുന്നത്. അതായത് ശ്രദ്ധിക്കണേ, ഒന്നുകൂടെ പറയാം, എല്ലാറ്റിനെയും നിഷേധിക്കുവാൻ നശാശ്വതം എന്ന അധ്യാരോപ പ്രകരണത്തെ അല്ലെങ്കിൽ ഉപദേശത്തെ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയാണ് നവമ മന്ത്രം. എല്ലാറ്റിനെയും നിഷേധിക്കേണ്ട. കാരണം എന്താ? നമ്മൾ ഉച്ഛ്വാസം നിശ്വാസം നടത്തുന്നു, വ്യവഹരിക്കുന്നു, നമുക്ക് സുഖമുണ്ടാകുന്നു, ദുഃഖമുണ്ടാകുന്നു, കാമക്രോധാദികൾ ഉണ്ടാകുന്നു, വിശപ്പുണ്ടാകുന്നു, അല്ലേ? എല്ലാം നമ്മൾ ഓരോ നിമിഷവും ശരീരാനുഭവങ്ങൾ നമ്മൾ വ്യവഹാരത്തിൽ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ നമ്മൾക്ക് ശരീരം ശാശ്വതമല്ല, ഒന്നും ശാശ്വതമല്ല എന്ന് പറയുന്നത് ഉൾക്കൊള്ളുവാൻ സാധിക്കും എന്ന് വരില്ല. അപ്പോൾ അവരോടാണ് യാജ്ഞവൽക്യ മഹർഷി നവമ മന്ത്രത്തിൽ സംസാരിക്കുന്നത്, അല്ലെ ഉപദേശിക്കുന്നത്. അതാണ് ഈശ്വര സ്വരൂപ വർണ്ണനാ മന്ത്രമെന്ന് ഇതിന് പറയുന്നത്. അപ്പോൾ നശാശ്വതം എന്ന് നിങ്ങൾ മനനം ചെയ്യണ്ട, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട. ഈശ്വരഃ സ്വരൂപഃ വർണ്ണന, ഈശ്വരനുണ്ട്, ആ ഭഗവാന്റെ സ്വരൂപത്തെ ഞാൻ ഈ നവമ മന്ത്രത്തിൽ പറഞ്ഞു തരാം, ആ വർണ്ണനയെ മനനം ചെയ്യൂ. അതാണ് അധ്യാരോപ പ്രകരണം, അല്ലേ? ഈശ്വരനുണ്ട്, സൃഷ്ടിയുണ്ട്. ഈശ്വരൻ എന്ന് വെച്ചാൽ സൃഷ്ടികർത്ത, സ്ഥിതിപാലക, അല്ലേ? ലയകർത്ത എന്നർത്ഥമാണ്. ഈശ്വരനുണ്ട്, ആ ഈശ്വരൻ്റെ വിഭൂതിയാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ. അതിനെ എല്ലാറ്റിലും ഈശ്വരനെ കാണൂ. ഇത് നമ്മൾ മറ്റു പല ഇടങ്ങളിലും കണ്ടിട്ടുണ്ട്. അധ്യാരോപം ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് ഋഗ്വേദത്തിലെ ഐത്തരീയ ഉപനിഷത്തിലാണ്. ഐത്തരീയ ഉപനിഷത്ത് മുഴുവൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ അറിഞ്ഞൂടാ, സൃഷ്ടി എങ്ങനെയാണ് ഭഗവാൻ സൃഷ്ടി നടത്തിയതെന്ന് ആ വിശദീകരണമാണ് ആ ഉപനിഷത്ത് മുഴുവൻ. അത് ഋഗ്വേദമാണ്. ആ ഉപനിഷത്ത് മുഴുവൻ അധ്യാരോപ പ്രകരണമാണ്. എന്തിനു വേണ്ടി സൃഷ്ടി പറഞ്ഞു തരുന്നു? ഇത് നശിക്കുന്നതാണെന്ന് നമ്മളാൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ ഉൾക്കൊള്ളണ്ട, നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് ഗുരുപരമ്പര ഉപദേശിക്കുകയാണ്. സൃഷ്ടി ഉണ്ടെന്ന് വിശ്വസിച്ചോളൂ, ഉണ്ടെന്ന് അനുഭവിച്ചോളൂ. പക്ഷെ എന്ത് ചെയ്യണം? അതിലെല്ലാം ഈശ്വരനെ കാണാൻ ശ്രമിക്കൂ. അതാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് ഈശ്വര സ്വരൂപ വർണ്ണന എന്ന് പറയുന്നത്. ഈശ്വരൻ എന്ന വാക്കിൻ്റെ അർത്ഥം ജഗത് കാരണ സൃഷ്ടികർത്ത എന്നാണ് ഡെഫിനിഷൻ, കേട്ടോ. ഈശ്വരൻ എന്ന് നമ്മൾ വേദാന്ത ശാസ്ത്രത്തിൽ എവിടെ പഠിച്ചാലും ഈ പരിഭാഷ ഓർമ്മ വരണം. ജഗത്ത് എന്ന് വെച്ചാൽ 14 ലോകങ്ങളും, കേട്ടോ. അല്ല, ഭൂമി എന്നുള്ള അർത്ഥമല്ല ജഗത്തിന്. ജഗത് കാരണ സൃഷ്ടികർത്ത, ജഗത് കാരണ സൃഷ്ടികർത്ത ഈശ്വര ഇതി ഉച്യതേ. ഈശ്വര ഇതി ഉച്യതേ. ഇതി ഉച്യതേ എന്ന് വെച്ചാൽ ഈശ്വരൻ എന്ന് പറയപ്പെടുന്നു. ഇറ്റ് ഈസ് കോൾഡ്, അതാണ് ഉച്യതേ, പറയപ്പെടുന്നു. ആരെയാണ് ഈശ്വരൻ എന്ന് പറയപ്പെടുന്നത്? ശാസ്ത്രം ജഗത് കാരണ സൃഷ്ടികർത്ത, ജഗത്തിന് കാരണമായ സൃഷ്ടിച്ച ആ സ്വരൂപനെയാണ് ഈശ്വരൻ എന്ന് ശാസ്ത്രം വിളിക്കുന്നത്. ഇപ്പം നമ്മൾ എൻ്റെ ഈശ്വര എന്നൊക്കെ സാധാരണ പറയാറില്ലേ? അപ്പോൾ നമ്മൾ ഭഗവാനെ, അല്ലെ കൃഷ്ണ, രാമ ഇത്യാദി അർത്ഥങ്ങളാണ് നമ്മൾ വരുന്നത്. അത് ഉപേക്ഷിക്കണമെന്നല്ല, അതും വേണം. പക്ഷെ അതോടൊപ്പം ഇതും ചേർക്കണം.
അല്ലെ? രാമൻ എന്ന രൂപത്തിലോ അല്ലെ ദേവി എന്ന രൂപത്തിലോ ഒതുങ്ങുന്ന ആളല്ല. ഈശ്വരനോ ഈശ്വരിയോ സ്ത്രീലിംഗോ പുല്ലിംഗോ ഏത് വേണേലും ഉപയോഗിക്കാം. ആരും കൂടിയാണ് ജഗത്തിന് മുഴുവൻ കാരണഭൂതനായിരിക്കുന്നവൻ. അതാണ് ഈശ്വരൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം ആ ഈശ്വരൻ്റെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച പരമാത്മാവിൻ്റെ വർണ്ണനയാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് ആ വർണ്ണനയിലേക്ക് പോകാം. നവമ മന്ത്രത്തിൽ ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാർഗി, അല്ലേ? അല്ലയോ ഗാർഗി. ഗാർഗി എന്നുള്ള വാക്ക് ആദ്യം നമ്മൾ അന്വയിക്കുമ്പോൾ ആദ്യം വരണം, അല്ലേ? അതിസംബോധന ചെയ്യുകയാണ് ഗാർഗി. അതിൻ്റെ അർത്ഥം എന്താണ്? ഗാർഗി എന്ന് യാജ്ഞവൽക്യ മഹർഷി വിളിക്കണമെങ്കിൽ, അല്ലെ? ഗൗതമ എന്ന് വിളിച്ചു, ഉഷസ്ഥ എന്ന് വിളിച്ചു, കഹോല, അശ്വല, അർത്ഥഭാഗം എല്ലായിടത്തും നമ്മൾ ഇവരെ പേരുകൾ കണ്ടു, അല്ലേ? അതിൽ എല്ലാവരെയും യാജ്ഞവൽക്യ മഹർഷി അതിസംബോധന ചെയ്തില്ല. പേരുകൾ നമ്മൾ കണ്ടു. അശ്വലൻ, ആർത്തഭാഗൻ, ഉഷസ്ഥൻ, കഹോലൻ. പക്ഷേ നമ്മൾ അതിസംബോധന മുമ്പുള്ള ബ്രാഹ്മണങ്ങളൊന്നും മനനം ചെയ്താൽ അല്ലെങ്കിൽ മന്ത്രം ഒന്ന് നോക്കിയാൽ കാണാം. നമ്മൾ അന്തർയാമി ബ്രാഹ്മണത്തിൽ ഗൗതമനെയും അക്ഷരബ്രാഹ്മണത്തിൽ ഗാർഗിയെയും മാത്രമാണ് യാജ്ഞവൽക്യ മഹർഷി അതിസംബോധന ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കണേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം ഇവരെന്ന് വെച്ചാൽ ഗൗതമൻ എന്ന് വെച്ചാൽ ഉദ്ദാലകനും ഗാർഗിയും മാത്രമാണ് യാജ്ഞവൽക്യ മഹർഷിയോട് വിസ്തരിച്ച് എനിക്ക് മറുപടി വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ വിസ്താരം യാജ്ഞവൽക്യ മഹർഷി പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇപ്പോൾ ശ്രദ്ധസ്വ സൗമ്യ എന്നാണ് ഓരോയിടത്തും ഗാർഗി അല്ലെങ്കിൽ ഗൗതമ എന്ന് വിളിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യാജ്ഞവൽക്യ മഹർഷി മീൻ ചെയ്യുന്നത് അതാണ്. അപ്പം നമ്മളതും ഇവിടെ ഉൾക്കൊള്ളണം. ഗാർഗി, അല്ലയോ ഗാർഗി, നീ ശ്രദ്ധിച്ചോളൂ, ഞാൻ പറയാൻ പോവുകയാണ് അധ്യാരോപം. എന്താണ് പറയുന്നത്? ഏതസ്യ വാ അക്ഷരസ്യ. നിങ്ങളുടെ പുസ്തകത്തിൽ, മലയാളം പുസ്തകം ഉള്ളവർ പേജ് 270 270 വാ എന്നാണ് കേട്ടോ. പ്രശാസനേ വൈ, വായാക്കുക. ഏതസ്യ, വേർഡ് ബൈ വേർഡ് മീനിങ്ങിൽ. ഏതസ്യ വാ അക്ഷരസ്യ, ആ വായാണ് പ്രശാസനേ വൈ എന്നുള്ളത് എഴുതിയിരിക്കുന്നത്. മൂലമന്ത്രം ശരിയാണ്, ഞാൻ പറയുന്നത് പദപദാർത്ഥ വ്യാഖ്യാനത്തിലാണ്. ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാർഗി. അല്ലയോ ഗാർഗി, ഞാൻ അക്ഷരസ്വരൂപനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ആകാശം മുതൽ അസംഗൻ, അരൂപൻ ഇത്യാദി ഇത്യാദി ലക്ഷണങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ അക്ഷരസ്വരൂപൻ്റെ, പരമാത്മാവിൻ്റെ, അല്ലേ? അപ്പോൾ ഇവിടെ അക്ഷരസ്യ, അക്ഷരൻ്റെ എന്ന് വെച്ചാൽ ആരായിരിക്കും? പരമാത്മാവിൻ്റെ. പ്രശാസനെ എന്ന വാക്കിന് വേർഡ് ബൈ വേർഡിൽ നിയന്ത്രണത്തിലാണെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരമാത്മാവിൻ്റെ കൺട്രോൾ എന്നുള്ള അർത്ഥം പ്രശാസന എന്നുള്ളതിൽ വരും. പക്ഷെ ഇവിടെ നമ്മൾ ഗൂഢാർത്ഥം എടുക്കേണ്ടത് അത് മാത്രമല്ല, ആ അക്ഷരസ്വരൂപൻ തന്നെയാണ് സൃഷ്ടിച്ചത്. സൃഷ്ടിച്ച ആൾക്കല്ലേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഇപ്പം ചെറിയ കുട്ടികളെ അമ്മമാർ നിയന്ത്രിക്കും. നമ്മൾ നിരത്തുമ്മ കൂടെ പോകുന്ന ആരെങ്കിലും നിയന്ത്രിക്കുമോ ചെറിയ മക്കളെ? കാരണം അവരുടെ അച്ഛനും പിതാക്കളും, അല്ലേ, അച്ഛനമ്മമാർക്കാണ് അതിൻ്റെ അധികാരം. കാരണം അവരാണ് സൃഷ്ടികർത്താക്കൾ. അതുപോലെ തന്നെയാണ് ഇവിടെ ആരാണോ ഈ ജഗത്തിനെ മുഴുവൻ സൃഷ്ടിച്ചത് അത് തന്നെയാണ് ഇവിടെ നിയന്ത്രിക്കാന്ന് വെച്ചാൽ നമ്മൾ അന്തർയാമി ബ്രാഹ്മണത്തിൽ കണ്ട ആ അർത്ഥം എടുക്കണം. യമയതി, പരിപാലയതി. ഭഗവാൻ ഇങ്ങനെ ആകാശത്തിരുന്ന് നമുക്ക് പുണ്യവും പാപവും നമ്മുടെ തലയിൽ വർഷിക്കുക, അല്ലേ? ആ നിയന്ത്രണം അല്ല ഇവിടെ, അല്ലേ? നിയന്ത്രണം എന്ന വാക്കിൻ്റെ അർത്ഥം യമയതി. പരമാത്മാവാണ് യമയതി എന്ന് വെച്ചാൽ പരിപാലയതി. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഗാർഗിയോട് ആറാമത്തെ ബ്രാഹ്മണത്തിൽ മിണ്ടാണ്ട് കുത്തിരിക്കാൻ പറഞ്ഞത്? യാജ്ഞവൽക്യ മഹർഷിക്ക് അറിയാം
ഏഴാമത്തെ ബ്രാഹ്മണത്തിൽ ഗൗതമൻ വരും. ഗൗതമന് പറഞ്ഞത് വീണ്ടും ഗാർഗിയോട് പറയേണ്ട ആവശ്യം വരും. അതുകൊണ്ടാണ് ഷഷ്ഠബ്രാഹ്മണത്തിൽ അവിടെ ഇരുത്തിയിട്ട് ഗൗതമന് ശേഷം വീണ്ടും അവസരം കൊടുത്തത് അല്ലേ? യാജ്ഞവൽക്യ മഹർഷി മൗനമായി അംഗീകരിച്ചല്ലോ. നീ ചോദിച്ചോളൂ, പൃച്ഛഗാർഗി ഇതിന്ന് നമ്മൾ കണ്ടില്ലേ. അപ്പം നമ്മൾക്ക് വേണ്ടിയാണത്. കാരണം നമ്മൾ ഏഴാമത്തെ ബ്രാഹ്മണവുമായിട്ട് റെഫർ ചെയ്യണം എട്ടാം ബ്രാഹ്മണം, അല്ലെ അതിൻ്റെ തുടർച്ചയായി മനനം ചെയ്യണം. അപ്പം പ്രശാസന ഇനി എല്ലായിടത്തും ഉണ്ട്. പ്രശാസനയെ നമ്മൾ പലയിടത്തും കാണും, മന്ത്രത്തിലുണ്ട്. അവിടെയൊക്കെ ഈ അർത്ഥം വേണം എടുക്കാൻ. പരിപാലയതി, അല്ലയോ ഗാർഗി, ഈശ്വരനാണ് സൃഷ്ടിച്ചത്. ആ ഈശ്വരനെ തന്നെയാണ് ഞാൻ അക്ഷരൻ എന്ന് വിളിച്ചത്. ആ ഈശ്വര സ്വരൂപൻ തന്നെയാണ് ലോകത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്, സർവ്വലോകങ്ങളെയും പരിപാലിക്കുന്നത്. അതാണ് ഏതസ്യവ അക്ഷരസ്യ പ്രശാസനേ ഗാർഗി. ഇനി ആ പരിപാലനം വിസ്തരിച്ച് പറയുകയാണ് ചെയ്യുന്നത്. എന്താണ് അടുത്തത്? സൂര്യാചന്ദ്രമസൗ. സൂര്യാചന്ദ്രമസൗ, സൂര്യനും ചന്ദ്രനും അല്ലേ? സൂര്യാചന്ദ്രമസോ ദാദാ. സൂര്യാചന്ദ്രമസോ വിധൃതോ തിഷ്ഠതഃ. തിഷ്ഠതി എന്ന വാക്കിന് എന്താ ഇരിക്കുക എന്നാണ് അല്ലേ അർത്ഥം. പക്ഷെ ഇവിടെ എന്താണ് അർത്ഥം? സ്ഥിതി എന്നുള്ള അർത്ഥമാണ്. തിഷ്ഠതഃ. സൂര്യാചന്ദ്രമസോ വിധൃതോ. വിധൃതോ എന്നുള്ള വാക്കിന് നിലയ്ക്ക് നിർത്തപ്പെട്ടവരായെന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ അവരെ സാധാരണ നമ്മൾ നിലയ്ക്ക് നിർത്തുക എന്ന് പറഞ്ഞാൽ ഈ കൺട്രോൾ ചെയ്യാമെന്നല്ലേ. ഈ കുട്ടികളൊക്കെ കുറുമ്പ് കാണിക്കുമ്പോൾ അമ്മമാരിങ്ങനെ വടിയൊക്കെ ഇടാൻ നിന്നെ ഞാൻ നിലയ്ക്ക് നിർത്തുമെന്ന് പറയും. അർത്ഥമല്ല വിധൃതോ എന്ന വാക്കിന്. സൂര്യനും ചന്ദ്രനും അവയ്ക്ക് അതാതിൻ്റെ ധർമ്മം ചെയ്യുവാനുള്ള ആ കഴിവിനെ കൊടുത്തതും പരമാത്മാവ് തന്നെ. അതിനെ നിയന്ത്രിക്കുക, അതാണ് കേട്ടോ നിലയ്ക്ക് നിർത്തുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. യമയതിന്ന് തന്നെയാണ് ഇവിടെ ഈ സന്ദർഭത്തിൽ സൂര്യനെയും ചന്ദ്രനെയും പരിപാലിക്കുന്നത് അല്ലേ. സൂര്യൻ്റെ ധർമ്മം അല്ലേ എന്താണ്? നമ്മുടെ ചക്ഷുരേന്ദ്രിയത്തിനെ അല്ലേ, കണ്ണിൻ്റെ അടിസ്ഥാന ദേവതയാണ് ആദിത്യൻ. ആ ധർമ്മം ചെയ്യുക. പിന്നെ എന്താണ് അല്ലെ, സൂര്യകിരണങ്ങളാൽ ലോകത്തിന് മുഴുവൻ പ്രകാശം വ്യാപിപ്പിക്കുക എന്നാണ് ഈ രണ്ട് ധർമ്മമാണ് സൂര്യദേവതയ്ക്കുള്ളത്. പിന്നെ ചന്ദ്രദേവത എന്താണ്? മനസ്സിനെ നിയന്ത്രിക്കുന്ന അല്ലേ, അതാണ് ചന്ദ്രദേവതയുടെ. ചന്ദ്രമാ മനസോ ജായതേ ചക്ഷോ സൂര്യോ അജായത, പുരുഷസൂക്തം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രദേവത നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്. ആ ധർമ്മങ്ങൾ ചെയ്യുവാൻ, അവയെ ആ ധർമ്മങ്ങൾ ചെയ്യുവാൻ സഹായിക്കുന്നത് പരമാത്മാവാകുന്നു. അതുകൊണ്ട് വിധൃതൗ പരിപാലയതി അല്ലേ. തിഷ്ഠതഃ എങ്ങനെ പരിപാലിക്കുന്നു? അതിൽ കുടികൊണ്ടുകൊണ്ട്. ഇപ്പോൾ തിഷ്ഠതഃ എന്ന വാക്ക് സൂര്യനിലും ചന്ദ്രനിലും വ്യാപിച്ചുകൊണ്ട്, അതിൽ കുടികൊണ്ടുകൊണ്ട്. ഭഗവാൻ വേറെ ഏതോ ലോകത്തിരുന്നു കൊണ്ട് സൂര്യനെയും ചന്ദ്രനെ റിമോട്ട് വഴി കൺട്രോൾ ചെയ്യുകയല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൂര്യദേവതയെ കാണുമ്പോഴും പരമാത്മാവിനെയാണ് കാണുന്നത്. കാരണം അതിൽ ശാസ്ത്രം വ്യക്തമായി പറയുന്നുണ്ട് തിഷ്ഠതഃ. ചന്ദ്രദേവതയെ കാണുമ്പോൾ നമ്മൾ ചന്ദ്രദേവനെയല്ല കാണുന്നത്. ചന്ദ്രദേവനെ കണ്ടുകൊണ്ട് ചന്ദ്രദേവനെയാണ് കാണുന്നത്. പക്ഷെ ആരാണതിൽ തിഷ്ഠതഃ? പരമാത്മഃ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സൂര്യ വിധൃതോ തിഷ്ഠതഃ, ചന്ദ്ര വിധൃതോ തിഷ്ഠതഃ. സൂര്യനിലും ചന്ദ്രനിലും പരിപാലിക്കുന്നത്, അതിനെ നിയന്ത്രിക്കുന്നത്, അതിൽ വ്യാപിച്ചിരിക്കുന്നത് അല്ലയോ ഗാർഗി, ഞാൻ പറഞ്ഞ അക്ഷരസ്വരൂപനായ പരമാത്മാവാകുന്നു. അങ്ങനെ ഇനി ഓരോ ഉദാഹരണങ്ങൾ തുടരുകയാണ്. അടുത്ത എന്താണ്? ഏതസ്യവ അക്ഷരസ്യ പ്രശാസനേ ഗാർഗി. അല്ലയോ ഗാർഗി, അക്ഷരസ്വരൂപനായ പരമാത്മാവാണ് പ്രശാസനെ യമയതി. അല്ലയോ ഗാർഗി, പരിപാലിക്കുന്നത്. ആരെ പരിപാലിക്കുന്നു? അടുത്ത ഉദാഹരണമാണ്
സൂര്യ ചന്ദ്രൻ എന്ന 2 ഉദാഹരണം പറഞ്ഞു. ഇനി അടുത്ത ഉദാഹരണം പറയുന്നു. ധ്യാവാ പൃഥിവി. ധ്യാവാ പൃഥിവി. ധ്യാ എന്ന് വെച്ചാൽ സ്വർഗാദി ലോകങ്ങൾ, അതിനെയാണ് ദ്യുലോകം, അതിനെയാണ് ധ്യാവ എന്ന് പറയുന്നത്. സ്വർഗാദി ലോകങ്ങളെയും പൃഥിവി ഭൂലോകത്തെയും അല്ലെ. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കണം അധോലോകങ്ങളെയും അല്ലെ. കാരണം ഓതപ്രോതമായിരിക്കുന്നത് ഗാർഗി ചോദിച്ചിരുന്നു. ഭൂലോകത്തിന് മുകളിലും സ്വർഗലോകങ്ങളെയും ഭൂലോകത്തിന് താഴെയും ഓതപ്രോതമായിരിക്കുന്നത് എന്ത് എന്നാണ് ഗാർഗിയുടെ ചോദ്യം. അതുകൊണ്ട് ധ്യാവാ പൃഥിവിയെ യാജ്ഞവൽക്യ മഹർഷി ഉച്ചരിക്കുന്നുള്ളൂ. നമ്മൾ അതിൻ്റെ ഗൂഢാർത്ഥം എന്തെടുക്കണം? സ്വർഗാദി ലോകങ്ങളെയും ഭൂമിക്ക് മുകളിലുള്ള ലോകങ്ങളെയും ഭൂമിക്ക് താഴെയുള്ള ലോകങ്ങളെയും വിദ്രുതേ തിഷ്ഠതഃ, അതിനെയും പരിപാലിക്കുന്നത്, അതിനെ സൃഷ്ടിച്ചത്, തിഷ്ഠതഃ വ്യാപതഃ വ്യാപിച്ചിരിക്കുന്നതും പരമാത്മാവാകുന്നു ഗാർഗി. ഇനി അടുത്ത ഉദാഹരണം. ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാർഗി നിമേഷ മുഹൂർത്ത അഹോരാത്രാണി അർദ്ധമാസാഹ മാസാഹ സംവത്സര ഇതി. ഇത്രയും ഇല്ലേ? എന്താന്ന് വെച്ചാൽ കാലസ്വരൂപ വർണ്ണനയാണ്. ഈശ്വരനാകുന്നു കാലസ്വരൂപൻ എന്ന് ഈ ഉദാഹരണത്തിലൂടെ യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. കാരണം ഗാർഗിയുടെ ചോദ്യം ഉണ്ടായിരുന്നു, ഭൂതഭാവി വർത്തമാന കാലത്തിൽ ആരാണ് കുടികൊള്ളുന്നത്, ഓതപ്രോതമായിരിക്കുന്നത് എന്ന്. ലോകങ്ങൾക്ക് ശേഷം കാലത്തിനെയാണ് ഗാർഗി ചോദിച്ചത്. അതുകൊണ്ട് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി കാലസ്വരൂപനെ പറയുകയാണ്. നിമേഷ ഓരോ നിമിഷങ്ങളിലും അല്ല, ഓരോ സെക്കൻഡ്സ് അല്ലെ മൈക്രോ സെക്കൻഡ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതിലും ആരാ സൃഷ്ടിച്ചത്? പരമാത്മ. അതുകൊണ്ട് അതിൽ കുടികൊള്ളുന്നതും പരമാത്മ. മുഹൂർത്തങ്ങളിലും അഹോരാത്രാണി അല്ലെ, അഹരഹ ദിനവും പകലും അല്ലെ, രാവും പകലും, അതിനെ അഹോരാത്രാണി. അർത്ഥമാസാഹ അർത്ഥമാസങ്ങൾ അല്ലേ. പിന്നെ നമുക്ക് മാസത്തിൻ്റെ പകുതി അല്ലെങ്കിൽ വർഷത്തിൻ്റെ പകുതി, അർത്ഥവർഷാഹ അതുകൂടെ ചേർക്കാം ഇവിടെ കേട്ടോ. കാരണം അടുത്ത സംവത്സരം വരുന്നുണ്ട്. അർത്ഥമാസം എന്ന് വെച്ചാൽ കൃഷ്ണപക്ഷവും അല്ലേ ശുക്ലപക്ഷവും അല്ലേ. അതാണല്ലോ മാസത്തിൽ 2 പക്ഷമാണല്ലോ ഉള്ളത്. 15 ദിവസം കൂടുമ്പോൾ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. ഇപ്പം ഇന്ന് കഴിഞ്ഞതേതാ? അമാവാസി കഴിഞ്ഞു. തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിരുന്നു അമാവാസി. പിന്നെ പ്രതിപദ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശം, ദ്വാദശം, ത്രയോദശം, പിന്നെ എന്ത് വരും? പൂർണിമ വരും. അല്ല, ചതുർദശി കഴിഞ്ഞ് പൂർണിമ വരും. ത്രയോദശി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, പൂർണിമ. പിന്നെ പ്രാതിപദ വീണ്ടും വരും. പിന്നെ പ്രാതിപദ തൊട്ട് ചതുർദശി വരെ 14 ദിവസം കഴിയുമ്പോൾ വീണ്ടും അമാവാസി വരും അല്ലേ. അപ്പോൾ ഒരു മാസത്തിൽ എന്തൊക്കെയാണുള്ളത്? അമാവാസിയും പൗർണമി. അതാണ് കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും അല്ലെ, മാറി മാറി വരും. അതാണ് ഇവിടെ അർത്ഥമാസാഹ എന്നതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ഉദ്ദേശിക്കുന്നത്. മാസാഹ ഒരു മാസം മുഴുവൻ, അതായത് കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും കൂടെ ചേരുന്ന ആ മാസം മുഴുവൻ ചേരുന്നത് മാസാഹ. ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. വിദ്രുതൗ തിഷ്ഠതഃ എന്നുള്ളത് മനനം ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ചേർക്കണേ. ഞാനൊന്ന് പറയാം, നിങ്ങൾ പുസ്തകത്തിൽ നോക്കിയാൽ മതി, ശ്രദ്ധിച്ചാൽ മതി. നിമേഷ വിദ്രുതൗ തിഷ്ഠതഃ എഴുതണ്ട, ശ്രദ്ധിച്ചാൽ മതി. മുഹൂർത്ത വിദ്രുതൗ തിഷ്ഠതഃ, അഹോരാത്രാണി വിദ്രുതൗ തിഷ്ഠതഃ, അർത്ഥമാസാഹ വിദ്രുതൗ തിഷ്ഠതഃ.
മാസാഹ വിധൃതൗ തിഷ്ഠതഃ ഹൃതവഃ ഋതുക്കൾ വിധൃതൗ തിഷ്ഠതഃ അല്ലേ. ഗ്രീഷ്മം വസന്തം ഹേമന്തം ഇത്യാദി ഇത്യാദി ഋതുക്കളൊക്കെ മാറി മാറി വരുന്നത് അല്ലേ. അതിൽ തിഷ്ഠതഃ വിധൃതൗ തിഷ്ഠതഃ അതിനെ സൃഷ്ടിച്ചതും യമയതി ചെയ്തതും അതിൽ വ്യാപിച്ചിരിക്കുന്നതും പരമാത്മാ. സംവത്സര ഇനി ആ സംവത്സരം മുഴുവൻ അല്ലേ. ഓരോ നിമിഷം പറഞ്ഞു, മുഹൂർത്തം പറഞ്ഞു, ദിവസം പറയുന്നു അല്ലേ. അത് കഴിഞ്ഞ് അർത്ഥമാസം, മാസം, സംവത്സരം എല്ലാം പറയുകയാണ് യജ്ഞം. സംവത്സര ഇതി സംവത്സരവും ഗാർഗി ഇവയെല്ലാം കണ്ട. എന്നിട്ട് യാജ്ഞവൽക്യ മഹർഷി എന്ത് ചെയ്തു? ഇതെല്ലാം കൂടെ പറഞ്ഞിട്ട് ഒരുമിച്ച് വിധൃതാസ് ബഹുവചനം വിധൃതാസ് എന്ന് എഴുതിയിരിക്കുന്ന അതുകൊണ്ട. തിഷ്ടന്തി തിഷ്ടതഃ എന്ന് പറയുമ്പോൾ ഏകവചനം വരും, തിഷ്ടന്തി എന്ന് പറയുമ്പോൾ ബഹുവചനം. കാരണം ഇതിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? അതിനെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞു. നിമേഷ വിധൃതൗ തിഷ്ഠത, മുഹൂർത്ത വിധൃതൗ തിഷ്ഠത, അഹോരാത്രാണി വിധൃതൗ തിഷ്ഠതഃ, അർത്ഥമാസാഃ വിധൃതൗ തിഷ്ഠതഃ, മാസാഃ വിധൃതൗ തിഷ്ഠതഃ, ഋതവഃ വിധൃതൗ തിഷ്ഠതഃ, സംവത്സരാഃ വിധൃതൗ തിഷ്ഠതഃ അല്ലേ. പക്ഷെ മന്ത്രം അങ്ങ് വലുതായി പോകും. അതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി അതിനെ ക്രോഡീകരിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെല്ലാത്തിലും വിധൃതൗ തിഷ്ഠത കൂട്ടിച്ചേർക്കുക. അതിൻ്റെ അർത്ഥം പരമാത്മാവ് തന്നെയാണ് ഗാർഗി കാലസ്വരൂപനായി. അപ്പം അത്രയും എന്താണ് കാലസ്വരൂപ വർണ്ണന. എന്തുകൊണ്ട് ഇത് അധ്യാരോപം എന്ന് പറഞ്ഞു? സൃഷ്ടിയുണ്ട്, അതിൽ ഓരോ നിമിഷങ്ങളുണ്ട്, മാസങ്ങൾ കടന്നു പോകുന്നു, നമുക്ക് പ്രായം കൂടി കൂടി വരുന്നു, ജരാമൃത്യു വ്യാധികൾ അല്ലേ നമ്മൾ അടുത്തോണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ട് എനിക്ക് അല്ലേ, എന്ന് ഞാൻ അനുഭവിക്കുകയാണ്. എൻ്റെ ശരീരത്തിൽ ഓരോ നിമിഷത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ, സൃഷ്ടിയുണ്ട്, ഞാനുണ്ട്, എനിക്ക് അനുഭവങ്ങളുണ്ട്, എനിക്ക് മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് ശരി 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 യാജ്ഞവൽക്യ മഹർഷി ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ എങ്ങനെ കാണണം? പരമാത്മാവ് പ്രശാസനേ വിധൃതൗ തിഷ്ഠത എന്ന് അറിയൂ ഗാർഗി എന്ന് പറയുകയാണ് യാജ്ഞവൽക്യ മഹർഷി. അതിനുശേഷം പറയുന്നു ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാർഗി. ഇനി കാലസ്വരൂപ വർണ്ണന പറഞ്ഞു. ഇനി ദേശസ്വരൂപം പറയുകയാണ്. ഓരോ ദേശത്തിനെയും യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാർഗി. കണ്ട, എല്ലായിടത്തും ഗാർഗി എന്ന് വിളിക്കുന്ന കണ്ട അല്ലേ. ഓരോ പദ അവസാനിക്കുമ്പോഴും ഗാർഗി എന്നുള്ള വിളിയുണ്ട്. അപ്പോൾ നീ ശ്രദ്ധിച്ച് കേൾക്കൂ ഗാർഗി എൻ്റെ ഈ വിസ്താരത്തെ. ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാർഗി. അല്ലയോ ഗാർഗി, അക്ഷരസ്വരൂപനാലാണ് പ്രശാസനേ. വാക്ക് കണ്ട് ആവർത്തിക്കുന്നത് കണ്ടോ. പ്രാച്യ അന്യാ നദ്യഃ സന്തന്തേ എന്നുവെച്ചാൽ നിങ്ങൾ കണ്ടു കാണും. അതായത് കിഴക്ക് ദിശയിലേക്ക് നോക്കി ഓടുന്ന അല്ലെങ്കിൽ ഒഴുകുന്ന നദ്യഃ നദികൾ. നദ്യഃ കണ്ടോ, ബഹുവചനം. ഒരു നദിയല്ല, അനേകം നദികൾ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഈ നദികളുടെയൊക്കെ. ചാന്തോക്യോപനിഷത്തിൽ എവിടെ? ചാന്തോക്യത്തിലല്ല, ഇവിടെ തന്നെ. ചാന്തോക്യോപനിഷത്തില് നദികളെ കുറിച്ചല്ല പഠിച്ചത്, സമുദ്രത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. സമുദ്ര പശവോ വയാംസി. മുണ്ടകോപനിഷത്തിലും ചാന്തോക്യത്തിലും സമുദ്രത്തിൻ്റെ ഉദാഹരണമാണ് വന്നത്. സമുദ്രത്തിൽ നിന്നും ഉപ്പെടുത്തിട്ട് വരാൻ പറയുന്നു ചേതകേതുവിനോട്. എന്നിട്ട് ഉപ്പ് ഒരു പാത്രത്തിൽ വെച്ച് ആ ഉപ്പ് വെള്ളം വെക്കുക അല്ലേ, ലവണയതി. കഥമിതി ശ്വേതകേതു ഉദ്ദാലക മഹർഷി ചോദിക്കും. അപ്പോൾ ശ്വേതകേതു പറഞ്ഞു ലവണമിതി. മധ്യേ അഭ്യാഹന്യ കഥമിതി ലവണമിതി. അത് തന്നെ കറക്റ്റ്.
അത് സമുദ്രത്തിൻ്റെ ഉദാഹരണമാണ്. നദിയുടെ ഉദാഹരണം ഇവിടെ പറയുന്നു പ്രാച്യ. പക്ഷെ അതും നമുക്ക് മനനം ചെയ്യാം. കാരണം എന്താണ്? നദിയെല്ലാം ഒഴുകി അവസാനം ലയിക്കുന്നത് സമുദ്രത്തിലോട്ടാണ്. അതുകൊണ്ടാണ് അതും മനനം ചെയ്യുന്നത് ശരി തന്നെയാണ്. പ്രാച്യ അന്യ നദ്യ, അല്ലയോ ഗാർഗി, കിഴക്ക് ദിശകളിലേക്ക് ഓടുന്ന നദികൾ അല്ലേ. പ്രാച്യ ഇനി ഇവിടെ പറയാത്ത ദിശയെല്ലാം എടുത്തോളൂ. നിങ്ങളുടെ നാട്ടിൽ പടിഞ്ഞാറ് ദിശയിലേക്ക് ഉണ്ടെങ്കിൽ അതും എടുത്തോളൂ. ഇല്ല വടക്കോ തെക്കോ ഏതൊക്കെ ഉണ്ടെങ്കിലും അല്ല, ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു ദിശ മാത്രമേ യാജ്ഞവൽക്യ മഹർഷി പറയുന്നുള്ളൂ. പക്ഷെ എന്താണ് നമ്മൾ ഗൂഢാർത്ഥം എടുക്കേണ്ടത്? ഏതൊക്കെ ദിശകളിലൂടെ ഒഴുകുന്നുണ്ടോ എത്ര നദികൾ, അത് നമ്മൾ കാണുന്ന ഈ വെള്ളം ഒഴുകുന്ന പഞ്ചമഹാഭൂതത്തിലെ ജലം എന്ന മഹാഭൂതം അല്ലാതെ സ്വർഗാദി ലോകങ്ങളിൽ നമ്മൾ കേട്ടിട്ടില്ലേ? അമൃതം ഒഴുകുന്ന, അമൃതരസം ഒഴുകുന്ന നദികളെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? അത് മറ്റ് സെമിറ്റിക് മതങ്ങളും അത് വളരെ പ്രചാരം നൽകുന്നുണ്ട് അതിന്. അപ്പോൾ അതൊക്കെ പാലൊഴുകുന്ന നദി ആയിക്കോട്ടെ, മദ്യം ഒഴുകുന്ന നദി ആയിക്കോട്ടെ, സാധാരണ വെള്ളം ആയിക്കോട്ടെ, ഇനി ഗംഗാപ്പാനി ആയിക്കോട്ടെ, വെള്ളം മലിനജലം ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, അത് സൃഷ്ടിച്ചതും അതിനെ പരിപാലിക്കുന്നതും അതിൽ വ്യാപിച്ചിരിക്കുക. അപ്പോൾ ഒഴുകും, അതാണ് വിധൃതവും തിഷ്ഠത. അപ്പം നദിയിൽ വ്യാപിച്ചിരിക്കുന്നതും. അപ്പം നമ്മൾ നദിയിൽ കുളിച്ചാലും ആരാണ് നമ്മുടെ ശരീരത്തിൽ? പരമാത്മാവിനെയാണ് നമ്മൾ ശരീരത്തിലേക്ക് സ്വീകരിക്കുന്നത്. ആ ഭാവത്തെയാണ് യാജ്ഞവൽക്യ മഹർഷി ഇവിടെ പറയുന്നത്. ശ്വേതേഭ്യഃ പർവ്വതേഭ്യഃ പ്രതീച്ഛഃ. ശ്വേതേഭ്യ, ശ്വേതം എന്ന് വെച്ചാൽ വെളുത്തതല്ലേ. ഇവിടെ പർവ്വതേഭ്യഃ വിസർഗം അല്ല, ബഹുവചനം കണ്ടോ? പർവ്വതങ്ങൾ. ശ്വേതേഭ്യഃ അതായത് മഞ്ഞുരുകി വരുന്നു ഗംഗാജി പോലുള്ള നദികളിൽ. ഇപ്പം കഴിഞ്ഞ ദിവസം ദീപാവലി കഴിഞ്ഞ് 21-ാം തീയതി ഗംഗോത്രി അടച്ച്. അപ്പോൾ നിറയെ മഞ്ഞാണ്, മഞ്ഞുരുകി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇനി വെള്ളം ഇവിടെ കൂടുവാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്? മഴ വരുമ്പോഴാണ് നദിയിലും അല്ല കിണറ്റിലും കുളത്തിലൊക്കെ വെള്ളം കൂടുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മഞ്ഞുരുകുമ്പോഴാണ്. അതായത് ഇപ്പം മഞ്ഞുകാലം തുടങ്ങാൻ പോവുകയാണ്. ഇനി ഇങ്ങനെ മഞ്ഞ് കാണാൻ നമുക്ക്. അത് പകല് ഒരു ഉച്ചയ്ക്ക് ഒരു 11 മണി മുതൽ 2 മണി 3 മണി വരെ ഇത് ഉരുകും. കാരണം നല്ല വെയിലാണ്, സൂര്യൻ ഇങ്ങനെ തിളച്ച് വരും. അപ്പോൾ അതിങ്ങനെ ഉരുകും. അപ്പോൾ നദിയിലേക്ക് ആ വെള്ളം ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ. പർവ്വതങ്ങളിൽ നിന്ന് ഓരോരോ ഓവുചാലുകളിലൂടെ ഒഴുകി അത് കുടിക്കുകയും ചെയ്യാം. ആ വെള്ളമാണ് കുടിക്കുന്നത്. അതിങ്ങനെ ഒഴുകി വരും. അപ്പോൾ എന്താണ്? ഗംഗാജിയിൽ വെള്ളം കൂടും. അപ്പോൾ അത് ഇവിടെ പറയുന്നു ശ്വേതേഭ്യഃ, മഞ്ഞുരുകി വരുന്ന വെള്ളം. പർവ്വതി എവിടെ നിന്ന് മഞ്ഞുരുകി വരുന്നു? പർവ്വതങ്ങളിൽ നിന്ന്. അതും ആ മഞ്ഞും പരമാത്മാവ് തന്നെ, പർവ്വതവും പരമാത്മാവ് തന്നെ. ഉരുകുന്ന എന്തുകൊണ്ടാണ്? സൂര്യൻ്റെ താപമേറ്റിട്ട്. ആ സൂര്യനും പരമാത്മാവ് തന്നെ. താപമേറ്റുരുകി വരുന്ന എന്താ? മഞ്ഞുരുകി വെള്ളമായി വരും. ആ വെള്ളവും പരമാത്മാവ് തന്നെ. ഗാർഗി പ്രതീച്ഛഃ. പിന്നെ അടുത്തത് പറഞ്ഞു. ഇനി നമുക്ക് വിഷമം വേണ്ട. നമ്മുടെ നാട്ടിൽ ഇനിയും പടിഞ്ഞാറ് ദിശയിലാണ് ഒഴുകുന്നതെങ്കിൽ അതും യാജ്ഞവൽക്യ മഹർഷി പറയുന്നു. പ്രതീച്ഛഃ അന്യാഃ, അതും പ്രതീച്ഛഃ പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുന്നത്. നദിയാണെങ്കിൽ ആ നദിയും, കിഴക്ക് ദിശയിലേക്കാണെങ്കിൽ അതും പരമാത്മാവിനാലാകുന്നു. അതിനെ യാജ്ഞവൽക്യ മഹർഷി അക്ഷരസ്യ എന്ന് പറഞ്ഞു. അപ്പം എങ്ങനെ ഇതിനെ അന്വയിക്കണം? ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാർഗി പ്രാച്യഃ അന്യാ നദ്യഃ സന്തന്തേ വിധൃതൗ തിഷ്ഠതഃ. അല്ലേ? ശ്വേതേഭ്യഃ പർവ്വതേഭ്യഃ പ്രതീച്ഛഃ അന്യാഃ വിധൃതൗ തിഷ്ഠതഃ. അല്ലേ? അത് എല്ലാത്തിൻ്റെയും കൂടെ അന്വയം ചേർക്കണം, അല്ലെങ്കിൽ അധ്യാഹാരം ചെയ്യണം. യാം യാം
അടുത്ത വാക്ക് യാം യാം. ച ദിശം അനു അല്ലേ, യാം യാം ഏതേത് ദിശയിലേക്കെന്നുള്ളതിനെയാണ് ഇവിടെ പറയുന്നത്. ഏത് ദിശ, അത് കണ്ടോ, നമുക്ക് ഒരിക്കൽ പോലും ശാസ്ത്രത്തെ നമ്മൾ നിന്ദിക്കരുത്, അല്ലെങ്കിൽ സംശയദൃഷ്ടിയോടെ കാണരുത്. അതുകൊണ്ടാണ് ഇവിടെ യാം യാം എന്നുള്ള വാക്ക് യാജ്ഞവൽക്യ മഹർഷി. അത് കിഴക്കോട്ടൊഴിക്കോട്ടെ പടിഞ്ഞാറായിക്കോട്ടെ ഏത് ദിശയിലേക്കോ ആയിക്കോട്ടെ അല്ലേ. ഇപ്പം നമ്മൾ ഒരു നദി ഇങ്ങനെ ഒഴുകുവാണ്, നമുക്ക് വെള്ളം ആവശ്യമുണ്ട്, അത് തെക്ക് ഭാഗത്തേക്ക് നമ്മൾ ഓവുചാലി കീറിയാൽ അത് തെക്കോട്ട് ഒഴുകും, വടക്ക് ഭാഗത്തേക്ക് ഓവുചാലി കീറിയാൽ അത് വടക്കോട്ട് ഒഴുകും അല്ലേ. അതിന് പ്രത്യേക ഇഷ്ടങ്ങൾ അല്ലേ, മനുഷ്യൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് അത് മാറാൻ തയ്യാറാണ് പ്രകൃതി. അപ്പം അതുകൊണ്ട് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി നമുക്കൊരു സംശയവും വരാൻ പാടില്ല. അതുകൊണ്ട് പറയുന്നു ഏത് ദിശകളിലേക്കും ഒഴുകുകയാണെങ്കിൽ അത് അതാത് ദിശയിലേക്ക് പോകുന്നതും ആ വെള്ളവും ആ വെള്ളത്തെ പരിപാലിക്കുന്നതും ആ വെള്ളത്തിൽ വ്യാപിച്ചിരിക്കുന്നതും പരമാത്മാവാകുന്നു. ഗാർഗി അനു ഏതസ്യവ അല്ലേ, അക്ഷരസ്യ ഗാർഗി പ്രശാസനെ ഗാർഗി. അതിനുശേഷം അടുത്തത് പറയുന്നു, ഇത് പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. സൂര്യ ചന്ദ്രമസോ മുതൽ ലോകങ്ങളെക്കുറിച്ച് പറഞ്ഞു, മാസങ്ങളെക്കുറിച്ച് അല്ലെ, കാലത്തിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ നമുക്ക് കണ്ണുകൊണ്ട് അനുഭവിക്കാൻ സാധിക്കുന്ന ഉദാഹരണമായ നദിയെക്കുറിച്ചും ജലത്തിനെക്കുറിച്ചും പറഞ്ഞു. അതെല്ലാം പറഞ്ഞ് പ്രകൃതിയുടെ ഉദാഹരണം കഴിഞ്ഞ് ഈ മനുഷ്യൻ്റെ ഉദാഹരണത്തിലേക്ക് വരികയാണ്. ദദതോ മനുഷ്യാഹ, അടുത്ത ഉദാഹരണം പറയുകയാണ്. ദദതോ അല്ലേ, ദദതഹ ദാനം ചെയ്യുന്നു. ഇത് ഉദാഹരണം മാത്രമാണ് കേട്ടോ. മനുഷ്യൻ ചെയ്യുന്ന സർവ്വ പ്രവർത്തികളും, അത് പുണ്യമായിക്കോട്ടെ പാപമായിക്കോട്ടെ, ഇവിടെ യാജ്ഞവൽക്യ മഹർഷി പുണ്യ ഉദാഹരണം പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ദദതോ മനുഷ്യാഹ അല്ലെ, മനുഷ്യന്മാര് ബഹുവചനം കണ്ട അവിടെ മനുഷ്യാഹ അല്ലെ, ദദതഹ മനുഷ്യാഹ അല്ലേ, ദദതഹ ദാനം ചെയ്യുന്ന മനുഷ്യരെ. അപ്പോൾ ദാനം ചെയ്യാൻ ആർക്കേ അധികാരമുള്ളൂ? മനുഷ്യനെ അധികാരം. എന്തുകൊണ്ട് ഇത് പറയുന്നെന്ന് വെച്ചാൽ ദശമ മന്ത്രത്തിൽ 10ാമത്തെ മന്ത്രത്തിൽ യാജ്ഞവൽക്യ മഹർഷി മനുഷ്യജന്മ വർണ്ണന അല്ല മഹിമയാണ് പറയുന്നത്. മനുഷ്യജന്മത്തിൻ്റെ മഹിമയാണ് ദശമ മന്ത്രത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മനുഷ്യന്മാരുടെ ഉദാഹരണം യാജ്ഞവൽക്യ മഹർഷി ഇവിടുന്ന് തുടങ്ങുന്നത്. അപ്പം മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം എന്താണ്? ദാനം അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എവിടെയാണ്? തൈത്തരീയ ഉപനിഷത്ത് 1-ാം അധ്യായം ശിക്ഷാവല്ലി ശിഷ്യാനുശാസനം അവസാനത്തെ അനുഭാഗത്തിൽ അല്ലേ. ശ്രദ്ധയാധേയം അശ്രദ്ധയാ അധേയം ഹ്രിയാധേയം ഭിയാധേയം സംവിധാധേയം അഥയതിതേ വൃത്തവിചികിത്സാവ അല്ലേ. ആ മന്ത്രം, അതായത് ദാനത്തിൻ്റെ മഹിമ അല്ലെ. ശിഷ്യന്മാരവസാനം പ്രധാരണത്തിൻ്റെ രീതി ഇങ്ങനെയാണ്. നമ്മൾ പഠിച്ച എല്ലാ ഉപനിഷത്തും മനനം ഇതിൻ്റെ ഇടയ്ക്ക് നടന്നുകൊണ്ടേയിരിക്കും. അതായത് തൈത്തരീയ ഉപനിഷത്തിൽ ശിഷ്യന്മാർക്ക് അനുശാസനം എല്ലാം കൊടുത്തു കഴിഞ്ഞ് അവസാനം കോൺവൊക്കേഷൻ പറയില്ലേ, നിങ്ങൾ ഗുരുകുലം വിട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അവസാനത്തെ ഉപദേശം അവിടെ പറയുന്നുണ്ട്. ദാനത്തിൻ്റെ മഹിമ, എങ്ങനെ ദാനം ചെയ്യണമെന്ന് അല്ലേ. അപ്പം ആരോടാ പറയുന്നത്? ഗുരുകുല പഠന അനന്തരം ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് പോകുന്ന മനുഷ്യരായ ശിഷ്യരോട് അവിടെ പറയും. അത് തന്നെ ഇവിടെ ദത്തവഹ മനുഷ്യാഹ. ദാനം ചെയ്യാൻ ആർക്കേ അധികാരമുള്ളൂ? ദേവന്മാർക്കില്ല അല്ലേ, അവരും ജീവനാണ്, അവർക്കില്ല. ബ്രഹ്മാജിയും ജീവനാണ്, അവർക്കില്ല അല്ലേ. പിതൃക്കന്മാരും ജീവാത്മാവാണ്, സ്ഥൂല ശരീരം ഇല്ലെന്നേ ഉള്ളൂ, അവരും ജീവരാണ് പിതൃലോകത്ത്, അവർക്ക് ദാനം ചെയ്യാൻ അധികാരമില്ല. ഗന്ധർവന്മാർ അല്ലേ, അല്ലെങ്കിൽ തിര്യക്കാദികൾ അധോലോകത്തുള്ളവർ, ഇവർക്കൊന്നും ദാനം ചെയ്യാൻ അധികാരം. പിന്നെ ആർക്കേ ഉള്ളൂ? മനുഷ്യജന്മം കിട്ടുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം മനുഷ്യർക്കേ ദാനം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മനുഷ്യൻ്റെ ഉദാഹരണം പറയുന്നു. ദത്തതഃ മനുഷ്യാഃ പ്രശംസന്തി അല്ലേ. അല്ലയോ ഗാർഗി,
യജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, ദാനം ചെയ്യുന്ന മനുഷ്യന്മാരെ ലോകം പ്രശംസിക്കുമല്ലോ, അല്ലേ? അവരെ അംഗീകരിക്കുമല്ലോ, അവരെ പുകഴ്ത്തുമല്ലോ ലോകം. എന്തുകൊണ്ട് മനുഷ്യന് ദാനം ചെയ്യാൻ സാധിക്കുന്നു? ഒന്നാമത്തെ കാരണം മനുഷ്യജന്മം കിട്ടിയത് കൊണ്ട് മാത്രം. അത് ആരിനാൽ കിട്ടി? പരമാത്മാവിനാൽ കിട്ടി. ആരാണ് മനുഷ്യജന്മത്തെ സൃഷ്ടിച്ചത്? പരമാത്മാവ്. ആരാണ് മനുഷ്യജന്മങ്ങളെ പരിപാലിക്കുന്നത്? പരമാത്മാവ്. ആരാണ് മനുഷ്യജന്മങ്ങളിൽ അല്ലെ മനുഷ്യ ശരീരങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നത്? തിഷ്ഠതഃ, അല്ലെ? വ്യാപിച്ചിരിക്കുന്നത് അത് പരമാത്മാവാണ്. അതിനെയാണ് ഞാനിവിടെ അക്ഷരൻ എന്ന് വിളിച്ചത്, ഗാർഗി. അപ്പോൾ നീ എല്ലാവരും പ്രശംസിക്കുമല്ലോ, ഇയാൾ ഇത്ര റുപ്യ കൊടുത്തു, അല്ലേ? അല്ലേ? നമ്മൾ തന്നെ അറിയിക്കും, ഞാൻ ഇത്ര റുപ്യ കൊടുത്തു, അല്ലെ? ഇത്ര ഇന്നത് ചെയ്തു. അത് മനുഷ്യന്റെ സ്വഭാവം അതാണ്, അല്ലേ? അത് നമ്മൾ പഠിച്ചത് ശ്രദ്ധയാദേയം, ക്രിയാദേയം, ഭിയാദേയം, സംവിധാദേയം ഒന്നും തരത്തിലെത്തി പഠിച്ചത്. അത് കണ്ട അത്. അപ്പോൾ ഞാൻ പറയാണ്, ഞാൻ ഇപ്പോൾ 1000 റുപ്യ കൊടുത്തു. അപ്പോൾ അയ്യോ, നിങ്ങൾ അത്രയും ചെയ്തല്ലോ, ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നു, നിങ്ങളുടെ വലിയ മനസ്സാണ്, നിങ്ങളുടെ ദാനശീലതയാണ്, അല്ലേ? അയ്യോ, എന്നെ കൊണ്ട് പറ്റൂല, നിങ്ങൾ വലിയ ആളാണ്. നമ്മൾ ആരെയാ പ്രശംസിക്കുന്നത്? മനുഷ്യരെ. ആ 1000 റുപ്യ കൊടുത്ത ആളെയാണ് പ്രശംസിക്കുന്നത്. ഇവിടെ നമ്മളോട് പറയുകയാണ് യജ്ഞവൽക്യ മഹർഷി, ആ 1000 റുപ്യ കൊടുക്കാൻ സാധിച്ചത്, അല്ലയോ ഗാർഗി, അവർ മനുഷ്യരായത് കൊണ്ടാണ്, അല്ലേ? മനുഷ്യനായി ജനിച്ചത് ഒറ്റ കാരണം കൊണ്ടാണ് സാധിച്ചത്. മനുഷ്യനെ ആര് സൃഷ്ടിച്ചു? പരമാത്മ. അപ്പം ആരെയാണ് നമ്മൾ പ്രശംസിക്കേണ്ടത്? ആ സൃഷ്ടികർത്താവിനെ വേണം. ഇത് വളരെ ഗൂഢാർത്ഥമാണ് കേട്ടോ. ഇത് ഒരുപാട് മനനം ചെയ്യാനുള്ളതാണ്. യാജ്ഞവൽക്യ മഹർഷി ഈ ഉദാഹരണം പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പുണ്യലോകം നയന്തി പാപേന പാപഃ. ബൃഹദാരണ്യോപനിഷത്തിൽ തന്നെ ഉപാഭ്യാം മനുഷ്യലോക, പ്രശ്നോപനിഷത്ത് 6ാം അധ്യായത്തിലും പഠിച്ചിട്ടുണ്ട്. അപ്പം മനുഷ്യന്റെ മഹിമ നമ്മൾ ഈ ആരെ പ്രശംസിക്കാനോ അല്ലെങ്കിൽ പ്രശംസ ഏറ്റുവാങ്ങാനോ പോകാതെ അതിൻ്റെ ഗൂഢാർത്ഥത്തെ ചിന്തിക്കുക വേണം. ഭഗവാൻ എനിക്ക് മനുഷ്യജന്മം നൽകിയത് ഒറ്റ കാരണം കൊണ്ടാണ് എനിക്കത് സാധിക്കുന്നത്, അല്ലേ? അപ്പം ആ കൃതാർത്ഥതയാണ് യാജ്ഞവൽക്യ മഹർഷി ഇവിടെ ഓർമ്മിപ്പിക്കുന്നതും. യജമാനം, സമയം ഒരുപാടായി, നമുക്ക് യജമാനം ദേവാഹ ധർവീം പിതരഹ അന്വായത്താഹ. ഇപ്പം ദേവതകൾക്ക് യജമാനം എന്ന് വെച്ചാൽ ഇവിടെ മനുഷ്യന്മാരെയാണ് പറയുന്നത് കേട്ടോ. അതായത് യാഗം ചെയ്യുന്ന ആളെയാണ്, യാഗം ചെയ്യുന്ന മുഖ്യ ആളെയാണ് യജമാനൻ എന്ന് പറയുന്നത്. അപ്പം യാഗം ചെയ്യുവാനും മനുഷ്യനെ അധികാരമുള്ളൂ, മനുഷ്യജന്മം കിട്ടണം. മറ്റൊരു ജീവശരീരം കിട്ടിയാലും നമുക്ക് യജ്ഞയാഗാദികൾക്ക് അധികാരമില്ല. മനുഷ്യജന്മം മാത്രം പോരാ, അത് ആരോഗ്യ ദൃഢഗാത്രരായ മനുഷ്യജന്മം. അംഗവൈകല്യം ഉള്ളവർക്ക് യജ്ഞയാഗം ചെയ്യാൻ പറ്റില്ല. ഒരുപാട് നിയമങ്ങളുണ്ട് അതിൽ. അപ്പം അതെല്ലാം കിട്ടി. ഞാൻ യജ്ഞയാഗം ചെയ്ത് ദേവതകളെ പ്രീതിപ്പെടുത്തുകയാണ്. അപ്പോൾ ദേവതകളെ സൃഷ്ടിച്ചതും പരമാത്മാവ്. ദേവതകളെ പ്രീതിപ്പെടുത്തുവാനേ എനിക്ക് യജമാനനാകാൻ സാധിച്ചതും മനുഷ്യ ശരീരം കിട്ടിയത് കൊണ്ടും, അത് മാത്രമല്ല അംഗവൈകല്യങ്ങളില്ലാത്ത മനുഷ്യ ശരീരം കിട്ടിയത് കൊണ്ടും. അതാരെ തന്നു? പരമാത്മാവാകുന്നു ഗാർഗി. പിതരഹ അന്വായത്താഹ. അടുത്തത് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുവാനും മനുഷ്യന്മാർക്കേ സാധിക്കുകയുള്ളൂ. മറ്റേത് ശരീരം കിട്ടിയിട്ടും നമുക്ക് ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. അർജുനൻ പറയുന്നുണ്ടല്ലോ 1ാം അധ്യായത്തിൽ, കൃഷ്ണ, അല്ലേ, വർണ്ണസങ്കരം വരൂ, അത് വരൂ, ഇത് വരൂ, ഞാൻ ഇതൊക്കെ ചെയ്ത് എല്ലാവരും ഈ യുദ്ധത്തിൽ മരിച്ചുപോയ നമ്മുടെ പൂർവികരായ ആളുകൾക്ക്, കുരുവംശത്തിൽ ജനിച്ചവർക്ക് ആര് ശ്രാദ്ധ കൂട്ടും, അല്ലേ? അർജുനൻ ചോദിക്കുന്നുണ്ട് കൃഷ്ണൻ്റെ അടുത്ത്. അതുകൊണ്ട് യുദ്ധം വേണ്ട, നമുക്ക് അർജുനൻ്റെ ഓരോ എക്സ്ക്യൂസാണ്, യുദ്ധം ചെയ്യണ്ട, പിതൃക്കൾക്ക് ശ്രാദ്ധ കൂട്ടാൻ ആരെങ്കിലും വേണമെന്ന് പറയും.
അപ്പോൾ അർജുനൻ അങ്ങനെ എന്തുകൊണ്ട് പറയുന്നു? മനുഷ്യ ശരീരം കിട്ടിയത് കൊണ്ട്. അപ്പം മനുഷ്യനെ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? പിതൃക്കളുടെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് ശ്രാദ്ധാദി കർമ്മങ്ങളിലൂടെ. അപ്പം ആ പുണ്യവും ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നു. എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു? പുണ്യം നേടാൻ സാധിക്കുന്നു മനുഷ്യ ശരീരം കിട്ടിയത് കൊണ്ട്. അത് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി. അപ്പോൾ ഈ 3 ഉദാഹരണങ്ങളിലും ഏത് ഉദാഹരണങ്ങൾ? ദദതഃ ദാനം എന്ന ഉദാഹരണം, യജമാനം എന്ന ഉദാഹരണം, ശ്രാദ്ധം എന്ന ഉദാഹരണം. ഇത് 3ഉം ചെയ്യാൻ സാധിക്കുന്നത്, ഇതിലൂടെ പുണ്യം സമ്പാദിക്കാൻ സാധിക്കുന്നത് മനുഷ്യനായതുകൊണ്ടാണ്. ഗാർഗി, മനുഷ്യനെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും വ്യാപിച്ചിരിക്കുന്നതും പരമാത്മാവാകുന്നു ഗാർഗി എന്ന് പറയുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കുറച്ച് സമയം കൂടുതലെടുത്തു, ക്ഷമിക്കുക. നമുക്കിനി നാളെ മറ്റന്നാൾ അവധിയാണല്ലോ. അപ്പം നിങ്ങൾ അത് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യുക. ഓം നമ പരമർഷിഭ്യോ നമ പരമർഷിഭ്യോ നമ പരമർഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാ അവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.